നിസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട്. പൂർണ്ണമായും എന്റെ നൃത്തവും റുക്കൂഴും ഇഴത്തിദാലും സുജൂദും ബാക്കിയുള്ള എല്ലാം. എന്തിനാ എന്റെ മടമ്പ് നോക്കുന്നത്, ഞാൻ ഇരുന്നിട്ടല്ലേ നിസ്കരിക്കുന്നത് എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം തൂണും കസേരയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സഫ്. ഇത് ഒരു കസേര നിസ്കാരത്തിന്റെ ഒരു രൂപരേഖ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. ഉദാഹരണം, ഇതാണ് നമ്മുടെ സഫ് എന്ന് കരുതുക. നമ്മൾ ഇരുന്ന് നിസ്കരിക്കുന്ന വ്യക്തികളെ അഥവാ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകളെ രണ്ട് വിഭാഗമായിട്ട് നമ്മൾ തരംതിരിക്കുകയാണ്. ഒന്ന്, മിനൽ അവൽ ഇലൽ ആഖിർ, നിസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് സങ്കല്പിക്കുക. ഞാൻ എന്റെ കസേരയും എടുത്തുകൊണ്ട് സൊഫിൽ വരുന്നു. സൊഫിന്റെ ഇവിടെ തന്നെ ഞാൻ കസേര ഇടുന്നു. ഇത് ശരിക്കും മനസ്സിലാക്കണം, ഇത് സൊഫാണ്. സൊഫിന്റെ ഇവിടെ തന്നെ ഞാൻ കസേര ഇടുന്നു. പൂർണ്ണമായും എന്റെ നൃത്തവും റുക്കൂഴും ഇഴത്തിദാലും സുജൂദും ബാക്കിയുള്ള എല്ലാം ഞാൻ ഇരുന്നു കൊണ്ട് നിർവഹിക്കുന്ന പൂർണ്ണമായ ഹഖീഖത്തൻ ഒരു ഖാഇദാണ്, യഥാർത്ഥം ഇരുന്ന് നിസ്കരിക്കുന്നവനാണ് ഞാൻ എങ്കിൽ ഞാൻ ഇവിടെ കസേര ഇടുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഹല്ലുൽ ഇസ്തിഖറാർ, ഞാൻ സ്ഥിരമായി നിൽക്കുന്ന എന്റെ സ്ഥലം അഥവാ വൽ മുഅ്തബറു ഫി തസ്വിയത്തി മഹല്ലുൽ ഇസ്തിഖറാർ, സൊഫിന്റെ തസ്വിയത്തിൽ അഥവാ സൊഫ് സമമാക്കുന്ന സമയത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മൾ സ്ഥിരമായിട്ട് എവിടെയാണോ നിൽക്കുന്നത് അതിനെയാ പരിഗണിക്കേണ്ടത്. ഇപ്പൊ പൂർണ്ണമായും ഞാൻ ഇരിക്കുന്നവനായതുകൊണ്ട് തന്നെ എന്റെ ഇസ്തിഖറാർ, ഞാൻ സ്ഥിരമായി നിൽക്കുന്ന ഒരു സ്ഥലം, സ്ഥിരമാകുന്ന സ്ഥലം ഇതാണ്. എന്റെ അഗ്രഭാഗം സൊഫിന്റെ ഈ ഭാഗത്തിൽ വെച്ചുകൊണ്ട് ഇരിക്കുക, ഈ രൂപമാണ് ഞാൻ സ്ഥിരമാകുന്ന രൂപം. അതുകൊണ്ട് തന്നെ ഞാൻ കസേര ഇങ്ങനെ ഇടണം. കാരണം എന്റെ റുക്കൂവും ഇഴത്തിദാലും സുജൂദും എല്ലാം ഞാൻ ഇത് തന്നെയാണ്, ഇവിടുന്ന് മാറുന്നില്ല. ഈ രൂപത്തിൽ തന്നെ ഞാൻ സ്ഥിരമായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭാഗമാണ് പരിഗണിക്കുക. അതാണ് നമ്മൾ പറഞ്ഞത് വൽ വഫിൽ ഖിയാമി അൽ അല്യത്തു, ഇരിക്കുന്ന സമയത്തിൽ അവന്റെ അഗ്രഭാഗമാണ് പരിഗണിക്കേണ്ടത് എന്ന്. ഇത് ഇരുന്ന് നിസ്കരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് പറഞ്ഞത്. ഇനി മറ്റൊരു വിഭാഗമുണ്ട്. ആരാണത്? ഇനി വരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്ന് നിസ്കരിക്കുന്നവനാണ്, പക്ഷെ എന്റെ നൃത്തവും റുക്കൂഴും ഇഴത്തിദാലും എല്ലാം പൂർണ്ണമായും നിന്ന് നിസ്കരിക്കുന്നവനെ പോലെ ഈ പറയുന്ന ഫർളുകളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ഉദാഹരണത്തിന്, ഞാൻ ഖിയാമിൽ മറ്റുള്ളവനെ പോലെ നിൽക്കുന്നു, റുക്കൂഇലേക്ക് മറ്റുള്ളവൻ പൂർണ്ണമായും നിന്ന് നിസ്കരിക്കുന്നവൻ പോകുന്നത് പോലെ ഞാൻ റുക്കൂഅ് ചെയ്യുന്നു, പൂർണ്ണമായും നിന്ന് നിസ്കരിക്കുന്നവൻ ഇഴത്തിദാല് ചെയ്യുന്നത് പോലെ ഞാൻ ഇഴത്തിദാല് ചെയ്യുന്നു. പക്ഷേ ഈ മൂന്ന് ഫർളുകളും പൂർണ്ണമായി നിസ്കരിക്കുന്നവനെ പോലെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും മൂന്ന് ഫർളും കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുന്ന സമയത്തിൽ എനിക്ക് കാലുകൊണ്ട് വയ്യ. ആ സാഹചര്യത്തിൽ ഉള്ള വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ കസേര സഹായത്തിന് വേണ്ടി കസേര കൊണ്ടുവന്നു, പള്ളിയിലുള്ള കസേര എടുത്തു. പള്ളിയിലുള്ള കസേര എടുത്താൽ ഞാൻ പറയുന്നു ഇവിടെ കസേര വെച്ചു എന്ന് വെക്കുക. ഞാൻ നൃത്തം ഇവിടെയാണ് നിൽക്കുന്നത്, ഞാനിപ്പോ നിന്ന് നിസ്കരിക്കുന്നവനാണ്. എന്നാൽ മൂന്ന് രൂപങ്ങളായി നമ്മൾക്ക് തരംതിരിക്കാം. പൂർണ്ണമായും നിന്ന് നിസ്കരിക്കുന്നവൻ, പൂർണ്ണമായും ഇരുന്ന് നിസ്കരിക്കുന്നവൻ, പകുതി നിന്നുകൊണ്ടും പകുതി ഇരുന്നു കൊണ്ടും നിസ്കരിക്കുന്നവൻ. ഇതിലിപ്പോ സംശയം വരുന്നത്, പൂർണ്ണമായി നിന്ന് നിസ്കരിക്കുന്നവൻ അവൻ മുസല്ലിയൻ ഖായിമൻ, നിന്ന് നിസ്കരിക്കുന്നവനാണെന്ന് പറയാം. പൂർണ്ണമായും ഇരുന്ന് നിസ്കരിക്കുന്നവൻ സൊല്ല ഖാഇദൻ, അവൻ ഇരുന്ന് നിസ്കരിച്ചവനാണെന്ന് പറയാം. എന്നാൽ നൃത്തവും റുക്കൂഉം ഇഴത്തിദാലും അവൻ നിന്നുകൊണ്ട് നിർവഹിക്കുന്നു, സുജൂദിലേക്ക് പോകുമ്പോൾ ഇരിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നിസ്കാരത്തിൽ നിന്നും കഴിയുന്ന ഫർളുകൾ നിന്നുകൊണ്ടും ബാക്കിയുള്ളത് ഇരുന്നു കൊണ്ടും ചെയ്യുന്നു. അഥവാ ഒരു നിസ്കാരത്തിൽ തന്നെ നിൽക്കലും ഇരിക്കലും വരുന്നു. ഈ നിസ്കാരത്തെ നിന്നുകൊണ്ടുള്ള നിസ്കാരമായിട്ടാണോ പരിഗണിക്കുക, ഇരുന്നു കൊണ്ടുള്ള നിസ്കാരമായിട്ടാണോ പരിഗണിക്കുക? അത് മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുഹദ്ദബിൽ പറയുന്നു, അത് ഈ നിന്നുകൊണ്ടുള്ള നിസ്കാരമായിട്ടാണ് പരിഗണിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കസേര ഈ സൊഫിൽ വെച്ചു, നമ്മൾ ഇവിടെ നിൽക്കുകയും ചെയ്താൽ, നമ്മൾ നേരത്തെ പറഞ്ഞു വൽ മുഅ്തബറു ഫി തസ്വിയത്തി മഹല്ലുൽ ഇസ്തിഖറാർ, ഒരു സൊഫ് സമമാക്കുന്ന വിഷയത്തിൽ നമ്മൾ പരിഗണിക്കുന്നത് നമ്മൾ സ്ഥിരമാകുന്ന സ്ഥലത്തെയാണ് എന്ന്. എന്നാൽ വഹുവ ഫിൽ ഖിയാമി അൽ അഖിബു, നൃത്തത്തിൽ അത് സ്ഥിരമായി നിൽക്കുന്നത് നമ്മുടെ മടമ്പ് കാലുകളാണ്. എന്നാൽ വഫിൽ ഖുഊദി, ഇരുത്തത്തിൽ സ്ഥിരമായി വരുന്നത് നമ്മുടെ അഗ്രഭാഗങ്ങളും ആണ് എന്ന്. എന്നാൽ പകുതി നിൽക്കുകയും പകുതി ഇരിക്കുകയും ചെയ്യുന്നവൻ നിന്ന് നിസ്കരിക്കുന്നവനാണ്. നിന്ന് നിസ്കരിക്കുന്നവന്റെ ഖിയാം അഥവാ സ്വല്ല ഖായിമൻ, നിന്ന് നിസ്കരിക്കുന്നവനാണവൻ. ഇവന്റെ അത് പരിഗണിക്കേണ്ടത് മടമ്പാണ്. അപ്പൊ മടമ്പ് പരിഗണിക്കുമ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെയും ബാക്കി സൊഫ് കെട്ടുന്ന ആളുകൾ ഈ ഭാഗത്തും വരുന്നു. ഇവിടെ ഞങ്ങൾ തമ്മിലുള്ള മടമ്പ് ശരിയാവലുണ്ടാവുന്നില്ല. എന്തിനാ എന്റെ മടമ്പ് നോക്കുന്നത്, ഞാൻ ഇരുന്നിട്ടല്ലേ നിസ്കരിക്കുന്നത് എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം എന്തുകൊണ്ട്?
പകുതി നിൽക്കുകയും പകുതി ഇരിക്കുകയും ചെയ്തവന്റെ നിസ്കാരം നിന്ന് നിസ്കരിക്കുന്നവന്റെ നിസ്കാരമായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് നിന്ന് നിസ്കരിക്കുന്നവന്റെ നിസ്കാരത്തിൽ മടമ്പ് പരിഗണിക്കണം. മടമ്പ് പരിഗണിക്കണമെങ്കിൽ കസേര ബാക്കിലോട്ട് ഇറക്കിയിടണം. ഇപ്പോഴാണ് മടമ്പ് തമ്മിൽ പരിഗണിക്കൽ ഉണ്ടാവുന്നത്. അപ്പൊ കസേര ബാക്കിലേക്ക് ഇറക്കിയിടുന്ന സമയത്തിൽ സ്വാഭാവികമായിട്ടും പല ആളുകളിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും പല ആളുകളിൽ നിന്നും ഉന്നയിക്കപ്പെട്ടതുമായ ഒരു ചോദ്യമാണ്, പിന്നിലുള്ള സ്വഫുകാർക്ക് അത് ബുദ്ധിമുട്ടാവുകയില്ലേ എന്ന്. ഒരിക്കലുമില്ല. അതില് പിന്നിലുള്ള സ്വഫുകാർക്ക് ബുദ്ധിമുട്ടാവുകയില്ലേ എന്ന് പറഞ്ഞതിൽ ചില ആളുകൾ മറുപടി പറയുന്നത്, ഈ ബാക്കിലേക്ക് ഇറക്കിയിട്ട കസേരയെ തൂണായിട്ട് സങ്കല്പിച്ചാൽ മതി എന്ന്. അത് ശരിയല്ല. കാരണം തൂണും കസേരയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. തൂണെന്ന് പറഞ്ഞാൽ അവിടെ നിലകൃതിയായി ഉറച്ചു നിന്ന വസ്തുവാണ്. കസേര അങ്ങനല്ല, നമ്മുടെ നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യാർത്ഥം നമുക്കത് എടുത്തു കൊണ്ടുപോവാം. അതുകൊണ്ട് തൂണിനോട് സാദൃശ്യപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഈ കസേരയെ ബാക്കിലേക്ക് ഇറക്കിയിടുമ്പോൾ പിന്നിലെ സ്വഫിന് എന്ത് ബുദ്ധിമുട്ട് വരുന്നു? അതിന് ഒന്നാമത്തെ പരിഹാരം എന്ന് പറഞ്ഞാൽ, ഈ കസേര വലിയൊരു കസേര കൊടുത്തിട്ട് ഇടണമെന്നൊന്നും ഇല്ല. പള്ളി കമ്മിറ്റിക്കാർ അങ്ങനെ ഒരു കസേര പള്ളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ നമ്മള് ഉണ്ടാക്കി ചെറിയ ചെറിയ സ്റ്റാൻഡുകൾ കിട്ടും, വളരെ ഒതുക്കമുള്ള സ്റ്റാൻഡുകൾ. അങ്ങനത്തെ സ്റ്റാൻഡ് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലുള്ളവന് നിസ്കരിക്കുകയും ചെയ്യാം. ഇവനാണെങ്കിൽ കസേര നിസ്കാരത്തിന്റെ ആ യഥാർത്ഥ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുമ്പത്തെ സ്വഫിലുള്ള മറ്റുള്ളവരോട് മടമ്പൊപ്പിച്ചുകൊണ്ട് ഇവന് നിൽക്കുകയും ചെയ്യാം. അപ്പൊ ചെറിയൊരു ഒതുക്കമുള്ള സ്റ്റാൻഡ് കൊണ്ടുവരികയാണെങ്കിൽ പിന്നിലുള്ള സ്വഫുകാരുടെ സ്വഫ് മുറിയുകയില്ല. ഒന്നത്. ഇനി അങ്ങനെയില്ല എങ്കിൽ പിന്നിൽ ഒരു കുട്ടിയെ നിർത്തിക്കൊണ്ട് ആ സ്വഫിലുണ്ടാകുന്ന ഗ്യാപ്പിനെ നമുക്ക് ശ്രദ്ധ ചെയ്യാവുന്നതാണ്, അടച്ചു കളയാവുന്നതാണ്. ഇനി അങ്ങനെയും ഇല്ല എങ്കിൽ ബാക്കിൽ നിൽക്കുന്ന സ്വഫിലുള്ള രണ്ടുപേരുടെ ഇടയിൽ 3 മുഴത്തേക്കാളും കൂടുതലാവാത്ത രൂപത്തിൽ എങ്ങനെങ്കിലും കഴിയുന്ന രൂപത്തിൽ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് സുജൂദ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോഴും ബാക്കിലുള്ള സ്വഫ് മുറിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പിന്നിലുള്ള സ്വഫ് മുറിയാതെ തന്നെ കസേര പിന്നിലേക്ക് ഇറക്കിയിടാനുള്ള സാഹചര്യങ്ങൾ, അതിന്റെ കാരണങ്ങൾ, അതിനുള്ള അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ പിന്നെ ബാക്കിലുള്ള കസേര ഇറക്കിയിടാതെ ഈ സ്വഫ് മുറിയുന്ന അവസ്ഥയിൽ ഈ തസ്വിയത്തില്ലായ്മ, ഈ സ്വഫ് തമ്മിലുള്ള സമപ്പെടുത്തലില്ലായ്മ ഉണ്ടാകുന്ന രൂപത്തിൽ കസേര ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സ്വഫ് തമ്മിൽ തസ്വിയത്ത് ഉണ്ടാകുന്നില്ല, സമപ്പെടുത്തൽ ഉണ്ടാകുന്നില്ല. ഈ ഒരു കറാഹിയത്ത് നമ്മൾ വരുന്നത്, ഈ സമപ്പെടുത്തൽ ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു അഫ്ളലല്ലാത്ത രൂപം ഉണ്ടാകുന്നത് ഇതിന്റെ പേരും പറഞ്ഞിട്ടാണ്. പിന്നിലേക്ക് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ബാക്കിലെ സ്വഫ് മുറിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ആ ബാക്കിലെ സ്വഫ് മുറിയാതെ തന്നെ പരിഹരിക്കപ്പെടാൻ പറ്റിയ കാര്യങ്ങളും ഉണ്ട്. അതും കൂടി നമ്മളൊന്ന് ഉൾക്കൊള്ളുകയാണ് എങ്കിൽ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ ഒരു കസേരക്ക് ഇടുമ്പോഴാണ് സ്വഫ് മുറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അത് പള്ളിക്കാരും പള്ളി കമ്മിറ്റിക്കാരും കൂടി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ആ പള്ളിയിൽ കസേരയിൽ നിസ്കരിക്കുന്നവർക്ക് ചെറിയ സ്റ്റാൻഡുകൾ നമ്മൾ തയ്യാറാക്കി കൊടുത്താൽ പിന്നിലുള്ളവർക്ക് ബുദ്ധിമുട്ടാവുകയും ഇല്ല. ഇയാൾക്കാണെങ്കിൽ അതിന്റെ ആ കസേര നിസ്കാരത്തിന്റെ യഥാർത്ഥ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കുകയും ചെയ്യാം. എന്ന് കരുതി കസേര നിസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. നിന്ന് നിസ്കരിക്കാൻ എങ്ങനെയെങ്കിലും, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ പൂർണ്ണമായും ഇരുന്ന് നിസ്കരിക്കാനുള്ള ശാരീരിക കാരണങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊന്നും വകവെക്കാതെ പൂർണ്ണമായും നിന്ന് നിസ്കരിക്കുന്നവനെ പോലെ നിസ്കരിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ഉപ്പമാരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വേദന വരുമ്പോഴത്തേനും നമ്മൾ കസേരയിലേക്ക് ഓടിപ്പോകുന്ന ആ ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. ഇനി നിവർത്തിയില്ല എന്ന് കാണുമ്പോൾ നമ്മൾ കസേരയെ ആശ്രയിക്കാം. അള്ളാഹു മരണം വരെ അവന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന അടിയാറുകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലിപ്പോ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഉദ്ധരണി നമ്മൾ പറഞ്ഞു, നിഹായത്തുൽ മുഹ്താജിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ബുശ്റുൽ കരീമിലെ ഉദ്ധരണികൾ നമ്മൾ പറഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ ചോദിച്ചേക്കാം, ഏത് സമയത്തും പകുതി നിന്നവനാണെങ്കിലും മുഴുവൻ ഇരുന്നവനാണെങ്കിലും പകുതി നിന്ന് പകുതി ഇരുന്നവനാണെങ്കിലും എല്ലാ സമയത്തിലും കസേര ഇടേണ്ടത് സ്വഫിൽ തന്നെയാണ്, സ്വഫ് നടക്കാൻ പാടില്ല എന്ന് വരുമ്പോൾ ചില തസ്വീയത്തിൽ പരിഗണിക്കപ്പെടേണ്ട ചില കാര്യങ്ങളെ നമ്മൾ പരിഗണിക്കുന്നില്ല. ഞാനത് വ്യക്തമായി കാണിച്ചു തരികയും ചെയ്തു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് വ്യക്തമായ മറുപടികൾ കിതാബിന്റെ ഉദ്ധരണികളോടുകൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്.